കൊല്ലം കൊട്ടിയം മൈലക്കാട് നിർമ്മാണത്തിൽ നിന്ന് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ സംഭവത്തിൽ കൊല്ലം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. കരാർ കമ്പനിയായ ശിവാലയയുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കരാറുകാരനെതിരെ നടപടി വരാൻ സാധ്യത. കൊല്ലം തിരുവനന്തപുരം പാതയിൽ ഗതാഗത നിയന്ത്രണം തുടരുകയാണിപ്പോൾ. അരുൺ രാജ് കൊട്ടിയത്തെ മൈലക്കാട് നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, അവിടെ എനിക്കൊന്ന് ആദ്യമെത്തിയ മാധ്യമപ്രവർത്തകൻ താങ്കളാണെന്ന് തോന്നുന്നു. അവിടുത്തെ കാഴ്ചകളിൽ അപ്പോൾ ഇന്നലെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ഇന്ന് കാണുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ പൂർണ്ണമായും തകർന്ന ഒരു ദേശീയപാത, അതിന്റെ അനുബന്ധ റോഡ്, സർവീസ് റോഡ് അടക്കം തകർന്ന കാഴ്ചയാണെങ്കിൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അത് പൂർണ്ണമായും ഇപ്പോൾ ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. എനിക്ക് ഈ പിന്നിൽ ഈ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഈ തകർന്ന ഈ സർവീസ് റോഡ് വീണ്ടും പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു. അതുപോലൊപ്പം ഈ ദേശീയപാതയിലെ മണ്ണ്, ആ ഇടിഞ്ഞ ഭാഗത്തെ മണ്ണ് ഇപ്പോൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സംസ്ഥാനത്ത് ഉയർന്ന പരാതിയാണ് ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യത്തിന് മണ്ണ് ലഭിക്കുന്നില്ല എന്നുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന് ചുമന്ന മണ്ണ് തന്നെ ഉപയോഗിക്കണം, ചരൽ മണ്ണ് തന്നെ ഉപയോഗിക്കണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചത്. പക്ഷേ ഇത് പലയിടത്തും അട്ടിമറിക്കപ്പെട്ടു. ശിവാലയ കൺസ്ട്രക്ഷൻ തന്നെ നടത്തുന്ന പലയിടത്തും ഇത്തരത്തിൽ ചില അട്ടിമറികൾ നടന്നു എന്ന ആക്ഷേപം കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ ഒന്ന് കുറെ കൂടി വ്യക്തമാക്കും. ഇവിടെയും ഈ ചുമന്ന മണ്ണിന് താഴെ ലെയർ ചെയ്തിരിക്കുന്നത് ഈ സമീപത്തെ ഈ പൂഴിമണ്ണും അതുപോലെ തന്നെ ചെളിമണ്ണുമാണ്. ഇതിന് ഒട്ടും ഉറപ്പില്ലാത്തതാണ് എന്നുള്ളതാണ് നാട്ടുകാർ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച പരാതി. കാരണം ഇത്തരം മണ്ണുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് സമയവും ഇത് മണ്ണ് ഭൂമിക്കടിയിലേക്ക് ഇരുത്താൻ പോകുന്നതാണ്. അതുകൊണ്ട് ഇത് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടിട്ടും ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മണ്ണ് ലഭ്യത കുറവുകൊണ്ട് ഇത്തരത്തിൽ മണ്ണുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയെന്ന പരാതി കൂടി ഇഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ആ മണ്ണിന്റെ ഘടന വ്യത്യസ്തമായി തന്നെ കാണാൻ കഴിയും. കാരണം ചുവന്ന മണ്ണിന്റെ മുകളിൽ അത്തരം ലെയർ മണ്ണാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ഒരു 6 മണിക്കൂറായി ഇപ്പോൾ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് തുടരുന്നത്. ഉച്ചയോടെ തന്നെ സർവീസ് റോഡ് വീണ്ടും പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനി പങ്കുവെക്കുന്നത്. അതേസമയം ഇന്ന് അടിയന്തരമായ ഒരു യോഗം ഇപ്പോൾ കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്, ഇവിടെ എവിടെയൊക്കെയാണ് പാളിച്ച ഉണ്ടായത് എന്നീ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് കളക്ടറെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. കാരണം ഈ റീച്ച് ഇത് എടുത്തിരിക്കുന്നത് മാർച്ചിൽ മുമ്പ് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് തടസ്സമാകുന്നുണ്ടോ, ഇതിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടതുണ്ടോ, പില്ലറുകൾ സ്ഥാപിക്കേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളിലും കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതുപോലെ തന്നെ ഈ ഗതാഗതം വഴിതിരിച്ചു വിടുന്നത് അത് കൂടുതൽ സമയത്തേക്ക്, കൂടുതൽ നാളിലേക്ക് തുടർന്നാൽ അത് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്കോ കൂടുതൽ ജനകീയ പ്രതിഷേധങ്ങളിലേക്കോ ഇടയാക്കും എന്നുള്ള സൂചന കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഇത് സർവീസ് റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് സൈഡും ഈ ദേശീയപാതയുടെ മറു സൈഡ് അത് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ മണ്ണിട്ടപ്പോൾ ഇടിഞ്ഞതാണ്. ഇത് ചതുപ്പ് നിലമാണ്. ഇവിടെ ഈ പില്ലർ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ രീതി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ അത് ഉണ്ടായില്ല എന്ന പരാതിയാണ് നാട്ടുകാർ തന്നെ ഇന്നലെ അടക്കം ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് NHAയുടെ റീജിയണൽ ഓഫീസർ അടക്കമുള്ളവർ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ട്. ഈ പ്രോജക്ട് ഡയറക്ടർ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് രാവിലെ തന്നെ കളക്ടർ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിലൊരു വിശദീകരണം കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടാകും. എങ്ങനെയാണ് ഇത്തരത്തിൽ ദേശീയപാത ഇടിഞ്ഞു താന്നത്, അത് സർവീസ് റോഡിലേക്കടക്കം എങ്ങനെ ഇത്ര ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോയി എന്നീ കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ വരും. എന്തായാലും ഈ സർവീസ് റോഡ് പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുള്ള ക്രമീകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രയോറിറ്റി നൽകുന്നത്. ഇതിനുശേഷം ഈ റോഡ്, ഈ ദേശീയപാത വീണ്ടും പുനർനിർമ്മിക്കും. ഇത് ആ പാലത്തെ കൂടി ബന്ധിപ്പിച്ച് ഉടൻ തന്നെ ഇത് ടാർ ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇത് ഇടിഞ്ഞു താന്നത്. ഒരു മഹാഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ ആ 34 കുട്ടികൾ, ആ 3 കാറിലുണ്ടായിരുന്ന യാത്രക്കാർ, അവർക്കൊന്നും കൂടുതൽ അപകടങ്ങൾ പറ്റാതെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇന്നലെ വന്ന് കണ്ടപ്പോഴുള്ള കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വേഗത്തിൽ ഇപ്പോൾ പണികൾ നടക്കുന്നുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഈ കൊട്ടിയം മുതൽ അങ്ങ് ആ കല്ലുന്താഴം വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഉയരത്തിൽ മണ്ണുകൾ ഇത്തരത്തിൽ ഉയർത്ത് കെട്ടിക്കൊണ്ടാണ് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നത്. അത് പലയിടത്തും ഇത്തരത്തിലുള്ള നിലവാരം
കുറഞ്ഞ മണ്ണുകൾ ഉപയോഗിക്കുന്നു, പൂഴിമണ്ണുകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് മണ്ണിന്റെ ഘടനയ്ക്ക് ഉറപ്പുണ്ടാകില്ല എന്നുള്ള പരാതിയും ആശങ്കയും ജനങ്ങളുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഈ ജനപ്രതിനിധികൾ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കളക്ടറുടെ അവലോകന യോഗത്തിൽ മുന്നോട്ട് വെക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിലൊരു നടപടി കളക്ടറുടെ ഭാഗത്തുനിന്ന് ഇടപെടലോ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇനിയുള്ള മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ ഇപ്പോഴും ഉന്നയിക്കുന്ന പരാതി ഇതിൽ ചതുപ്പുണ്ട്, ഈ ചതുപ്പ് നിലമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ഇടപെടൽ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു നാട്ടുകാരൻ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇത് നേരത്തെ തന്നെ വലിയ പ്രശ്നമുള്ള സ്ഥലമല്ലേ? ഇത് തഴുത്തല ഏല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏതാണ്ട് ഒരു 100-200 മീറ്ററോളം നീളത്തിലും വീതിയിലുമായിട്ടാണ് ഇതിന്റെ സഞ്ചാരം. ഇത് തഴുത്തലയിൽ നിന്ന് തുടങ്ങി ഇവിടെ ഒരു വലിയ മണ്ണും പണ്ട് മണലും എടുത്തിട്ടുള്ള ഒരു കാറ്റിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഇവിടെ ചെളി അടിഞ്ഞ ഒരു പ്രദേശമാണ്. ഇത് ഭൂമിക്കടി മൊത്തം എക്കലാണ്. ഈ എക്കലും ചെളിയും മാറ്റാതെ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ പണിയരുതെന്ന് പല പ്രാവശ്യവും ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊട്ടിയത്തുള്ള റൈസിംഗ് കൊട്ടി എന്ന് പറയുന്ന ഒരു സംഘടന പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലാണെങ്കിൽ പൗരസമിതി ഒരു സംഘടനയുണ്ട്, അവരും വന്ന് പറഞ്ഞു. ഇത് എവരോട് പറയുമ്പോൾ എവരെ ഒന്നും നമ്മളോട് പ്രതികരിക്കത്തില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പോലീസ് വന്ന് കിടക്കും. പോലീസ് വരുമ്പോൾ പിന്നെ നമുക്കൊന്നും സംസാരിക്കാൻ ഒക്കത്തില്ല. ഇത് അവർക്ക് തന്നെ അറിയാമായിരുന്നു ഇത് തകരുമെന്നുള്ള കാര്യം. അങ്ങനെ തകർന്നതാണ്. ഇപ്പം നമുക്ക് കാണാൻ താണ്ട ഇവര് ചെളിയും മണ്ണും കോരി മാറ്റുമ്പോൾ അവിടെ വെറും എക്കലാണെന്നുള്ള ഒരു സാഹചര്യം നമുക്ക് ഈ വന്ന പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം അറിയാം. രാത്രിയുടെ ഇതിലാണ് അവരിതെല്ലാം വാരി മാറ്റിയിട്ടുള്ളത്. എസ് കെ, ഇത് തന്നെയാണ് നാട്ടുകാരുടെ ആശങ്ക ഇങ്ങനെ തുടരുകയാണ്. ഇക്കാര്യത്തിൽ ഇനി കളക്ടറുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ അതാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇനി എന്ത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്രയധികം പരാതികൾ ഉയർന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ പ്രതിഷേധവും ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പൗരസമിതിയുടെ അടക്കം നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇനി ഈ രീതിയിൽ പണി തുടരാൻ സമ്മതിക്കില്ല എന്ന അഭിപ്രായം കൂടി ജനങ്ങൾക്കുണ്ട്. എന്തായാലും 10:30 കളക്ടർ ഈ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. ആർ അരുൺ രാജാണ് കൊല്ലം കുട്ടി മൈലക്കാട് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. മൈലക്കാടിലെ പോലെ തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും ദേശീയപാത നിർമ്മാണത്തിലുള്ള ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.